ഇന്ന് റിലീസായ മലയാള സിനിമയാണ് പാതിരാത്രി. രത്തീന പുഴു എന്ന സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന സിനിമയാണിത്. എൻ്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഫീൽ വരത്തില്ല, ഒരു ത്രില്ലറാണെന്ന്. ആ ഒരു ഇത് തന്നെയാണ്. പക്ഷേ എന്ന് വെച്ചാൽ മറ്റേ ഒരു പ്രോപ്പർ ത്രൂ ഔട്ട് സൈക്കോ ത്രില്ലറോ അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയല്ല. ഒരു ക്രൈമുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഡ്രാമ പരിപാടിയുണ്ട്. ഇവരുദ്ദേശിച്ചിരിക്കുന്ന ഒരു ഇമോഷണൽ ഡ്രാമ പ്ലസ് ത്രില്ലർ, ആ ഒരു പരിപാടിയാണ്. ഒരു 50% ഇമോഷണൽ ഡ്രാമ, അതായത് ഫാമിലി, കുടുംബം, ബന്ധങ്ങളൊക്കെ. ബാക്കി 50% ത്രില്ലർ. പക്ഷേ ഇത് രണ്ടും അങ്ങോട്ട് വർക്കായില്ല. രണ്ടും വർക്കായില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ത്രില്ലറിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു സ്ഥലത്തോലും നമുക്ക് ഒരു 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 ശതമാനം പോലും ത്രില്ലില്ല. ഒരുപാട് സിനിമകളെ കോപ്പി അടിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ തുടക്കം തന്നെ നമുക്കിതിൻ്റെ ഒരു ഇൻ്റർവെല്ലിന് മുന്നേ തന്നെ എന്താണ് സംഭവിക്കുന്നത്, അല്ല ക്ലൈമാക്സ് ലാസ്റ്റ് സീൻ എന്താണെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഉറപ്പാണ്. അത് വലിയ ബുദ്ധി എനിക്കുള്ളതുകൊണ്ടൊന്നുമില്ല, കുഞ്ഞു പിള്ളേർക്ക് വരെ മനസ്സിലാക്കാൻ പറ്റും. ആരായിരിക്കും ഇതിൽ ഈ പ്രതി, എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ഇൻ്റർവെല്ലിന് മുന്നേ തന്നെ കിട്ടും. അത് തന്നെ ഏറ്റവും വലിയ വീക്കല്ലേ. അപ്പം തന്നെ കിട്ടി, നമുക്ക് ഒരു മാറ്റവും അതിലില്ല. പിന്നെ അങ്ങോട്ട് അവസാനം വരെയും ഒരു സീനിൽ പോലും ഇത് മാറാൻ പോകുന്നു എന്നൊരു തോന്നലുമില്ല. ലാസ്റ്റ് ട്വിസ്റ്റ് സംഭവിക്കുമ്പോൾ അത് തന്നെ. അപ്പം ത്രില്ലർ അപ്പം തന്നെ പോയി. പക്ക പ്രഡിക്റ്റബിൾ, ത്രൂ ഔട്ട് പ്രഡിക്റ്റബിളാണ്. പിന്നെ ഒരു ത്രില്ലർ ആകുമ്പോഴത്തേക്ക് നമുക്കതിന് ഫാസ്റ്റ് പേസ് ആയിരിക്കണം, നമ്മളൊരു എഡ്ജ് ഓഫ് ദ സീറ്റ് അങ്ങനെയൊക്കെ വരണം. ഇതൊന്നുമില്ല. നമ്മളിങ്ങനെ ചാരി ഇരുന്നാ എപ്പോൾ കഴിഞ്ഞിറങ്ങിപ്പോകാം, ആ രീതി ഇരിക്കും. അത്രേ ഉള്ളൂ. പിന്നെ ഇതിന് ഇമോഷണൽ സൈഡ് അതും ഭയങ്കര മോശം. അത് ഇവർക്ക് അതിനൊരു ക്യാരക്ടേഴ്സിനൊരു ഡെപ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇമോഷണൽ സൈഡ് പറയുമ്പോൾ തന്നെ അതിന് ഏറ്റവും വലിയ പ്രശ്നം, ഇങ്ങനത്തെ ഒരു ത്രില്ലറിലൊക്കെ ഒരു ഇമോഷണൽ സൈഡ് കൊണ്ടുവരണമെങ്കിൽ സിറ്റുവേഷൻസും പിന്നെ ആ ക്യാരക്ടേഴ്സിൻ്റെ ആർക്കിലുണ്ടാകുന്ന സിറ്റുവേഷനിലാണ് കാര്യം. വലിയ കാസ്റ്റിംഗ് ആണ് ഈ സിനിമയുടെ. ആദ്യം പറയാൻ മറന്നുപോയി. നവ്യ നായരുണ്ട്, സൗബിനുണ്ട്, ആൻ അഗസ്റ്റിനുണ്ട്, സണ്ണി വെയിനുണ്ട്, കൂടാതെ ആത്മീയരാജനുണ്ട്, ഹരിശ്രീ അശോകനുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ കാന്താരയിലെ വില്ലനില്ലേ, പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, പാർട്ട് 1 അദ്ദേഹമുണ്ട്. അപ്പം ഇത്രയും പേരുണ്ടായിട്ട് പോലും ഒരാൾ പോലും നല്ല പ്രകടനം പുറത്തെടുക്കാൻ പറ്റിയില്ല. അതിന് കാരണം ഇതിലെ എഴുത്ത് മോശമായതുകൊണ്ടാണ്, ക്യാരക്ടർ ആർക്ക് മോശമായതുകൊണ്ടാണ്. ഈ ക്യാരക്ടർ ആർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരിടത്ത് പോലും ഇമോഷണൽ കണക്ഷൻ വരുന്നില്ല. സൗബിൻ്റെ ഫാമിലി പ്രശ്നമുണ്ട്, അത് നമുക്കൊന്നും തോന്നത്തില്ല. നവ്യ നായരുടെ ഫാമിലി പ്രശ്നമുണ്ട്, അത് നമുക്കൊന്നും തോന്നത്തില്ല. ഇവരെന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ. ഇവരത് ഇമോഷനാക്കാൻ നോക്കിയിരിക്കുന്നു. പക്ഷേ നവ്യ നായരുടെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ചിരിക്കുന്ന ശബരീഷാണ്. പക്ഷേ ശബരീഷിൻ്റെ സീനൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരും. അവരത് ഇമോഷനാക്കി ഉദ്ദേശിച്ചിട്ട് നമുക്ക് നവ്യ നായരോട് സഹതാപം തോന്നുന്നതിന് പകരം നമുക്ക് ചിരിയാണ് വരുന്നത്. പിന്നെ ആൻ അഗസ്റ്റിൻ്റെ സണ്ണീവിൻ്റെ എല്ലാം കാര്യം കോമഡിയാണ് മൊത്തത്തിൽ. അപ്പോൾ എഴുത്ത് ടോട്ടലി വീക്ക്. സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എഴുത്താണ്. എന്ന് വെച്ചാൽ മേക്കിങ്, അതായത് ഡയറക്ഷൻ, ടെക്നിക്കൽ സൈഡൊന്നും അത്ര മികവുറ്റൊന്നുമല്ല, അതും ഒരു ആവറേജേ ഉള്ളൂ. ജേക്സ് ബിജോയാണ് മ്യൂസിക്. വിശ്വസിക്കാൻ പറ്റുന്നില്ല, പുള്ളിയുടെ വേസ്റ്റ് വർക്കിലൊന്നാണ്. വൺ ഓഫ് ഹിസ് വീക്കസ്റ്റ്, ഒരു തർക്കമില്ലെന്ന് പറയാൻ പറ്റും. പിന്നെ പെർഫോമൻസിനെ പറ്റി പറയാനാണെങ്കിൽ സൗബിൻ കൊള്ളായിരുന്നു. എനിക്ക് സൗബിൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. ശബരീഷ് വർമ്മ പക്ക മിസ്കാസ്റ്റ്. ആൻ അഗസ്റ്റിനായാലും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. സണ്ണി വെയിൻ വെറും മോശം പെർഫോമൻസ്, ഒന്നും ചെയ്യാനില്ല. പുള്ളി ചെയ്യേണ്ട റോളല്ലായിരുന്നത്. പിന്നെ പുള്ളിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് മോശം. ആത്മീയരാജൻ ഡീസൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കാന്താരയിലെ വില്ലനായിട്ടുള്ള അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നവ്യ നായരെ പറ്റി എടുത്തു പറയണം, വളരെ മോശം പെർഫോമൻസ്. ഇതിലെ പ്രോട്ടഗോണിസ്റ്റ് രണ്ടുപേര് സൗബിനും നവ്യനായരുണ്ട്. പക്ഷേ കുറച്ചുകൂടെ ഇത് നവ്യനായരാണ്. സുപ്പീരിയർ ആയിട്ടുള്ളതും പോലീസും നവ്യനായരാണ്. കഥയിലെ അങ്ങനെയാണ് പറഞ്ഞും പോകുന്നത്. പക്ഷേ ഇത്രയും ഒരു ദുരന്തം ക്യാരക്ടർ, നിർഗുണ എന്നൊക്കെ വെച്ചാൽ ലോക നിർഗുണ. പുള്ളിക്കാരിക്ക് ഒരു തേങ്ങയും പടത്ത് ചെയ്യാനില്ല, ഒന്നും ചെയ്യാനില്ല പുള്ളിക്കാരിക്ക്. ഫുൾ ടൈം മറ്റേ ഫസ്റ്റ് സീനി സൗബിൻ ഇങ്ങനെ പേടിക്കുന്നുണ്ട്. എന്നിട്ട് പോലീസുകാരോടൊക്കെ പുള്ളി പറയുന്നുണ്ട്, ഞാൻ ഇന്ന് പുള്ളിക്കാരോട് പെട്രോളിങ്ങിന് പോകുന്നത്, എൻ്റെ ഇത് പോയി, ഇന്നത്തെ ദിവസം പോയെന്നൊക്കെ അത്ര പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് പുള്ളിക്കാരി. ടെററാന്ന് കാണിച്ച് അവിടെ പിന്നെ അങ്ങോട്ടില്ല. പിന്നെ ഫുൾ ടൈം അങ്ങോട്ട് വയ്യാത്തവരെ പോലെ വരുന്നവരും പോകുന്നവരും ഒക്കെ കൊട്ടും കൊണ്ട് താടിക്ക് കയ്യും കൊടുത്ത് ഫുൾ ടൈം ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്ത് സൗബിനും ഹരിശ്രീ അശോകനും ഒക്കെ പറയുന്നിട്ട് ഇരിപ്പാ. കേസിൻ്റെ ഇതിൽ ഒരൊറ്റ തെളിവോ ഒരു തേങ്ങയും പുള്ളിക്കാരി ഇടുന്നില്ല. അത്രയും മോശം ക്യാരക്ടറൈസേഷൻ. അത് ചെയ്ത് വെച്ചിരിക്കുന്നതും വീക്കായിട്ടാണ്. ഒരു നാച്ചുറാലിറ്റി ഇല്ല ഈ പടത്തിൽ. ത്രൂ ഔട്ട് ഒരു ആർട്ടിഫിഷ്യാലിറ്റി മുഴച്ച് നിൽപ്പുണ്ട്. മേക്കിങ്ങിലായാലും ശരി, മൊത്തത്തിലൊരു ആർട്ടിഫിഷ്യാലിറ്റി മുഴച്ച് നിൽപ്പുണ്ട്. അതിൽ തന്നെ പുള്ളിക്കാരുടെ പെർഫോമൻസ് വളരെ ആർട്ടിഫിഷ്യലായിട്ടുണ്ടായിരുന്നു, വളരെ ആർട്ടിഫിഷ്യൽ. ചില സീനൊക്കെ ടെൻഷൻ കാണിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഇങ്ങനെ മറ്റേ ഒരു ഫോണൊക്കെ അറ്റൻഡ് ചെയ്യുന്നൊരു സീനുണ്ട്, ഒരു പോലീസുകാരൻ പറയുന്ന പുറകെ നിന്ന് കേൾക്കുന്നൊരു സീനുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരും. എന്ത് എക്സ്പ്രഷനാണ് ഇടുന്നതെന്ന് ആലോചിച്ചിട്ടേ. പിന്നെ മേക്കിങ് ഞാൻ പറഞ്ഞില്ലേ, തട്ടിക്കൂട്ട് പരിപാടിയാണ്. ഈ മൊത്തത്തിലൊരു ആർട്ടിഫിഷ്യാലിറ്റി ഫീലുണ്ട്. ജേക്സ് കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇനിയും പറയാനുള്ള ഡബ്ബിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപാകത. ഒന്നെങ്കിൽ ഇത് സിങ് സൗണ്ട് ചെയ്യണം.
അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഡബ് ചെയ്യണം. ഇപ്പോൾ പ്രേമം സിനിമയൊക്കെ ഡബ് ചെയ്ത് ആർക്കെങ്കിലും അത് പറയാൻ പറ്റുമോ ഡബ് ചെയ്ത സിനിമയാണ്? അത് പക്ക സിങ് സൗണ്ടാണെന്നല്ലേ പറയത്തുള്ളൂ. പോട്ടെ, അതൊന്നും വേണ്ട, ഒരു ഡീസൻറ്റ് ലെവലിൽ ഡബ് ചെയ്താൽ മതി, അത്രയൊന്നും വേണ്ട. കുറച്ചൊരു നമുക്ക് ഡബ് ചെയ്തെന്ന് തോന്നിയാലും കുഴപ്പമില്ല. ഇത് മറ്റേ സീൻ എവിടെയോ അതിൻ്റെ ഭയങ്കര ദൂരെ ഇവരുടെ ശബ്ദം നിൽക്കുന്നൊരു ഫീല്. ഞാൻ പറഞ്ഞ ഇത് സിങ്ക്രണൈസേഷൻ ഡിഫറൻസ് ഉണ്ടെന്നല്ല പറഞ്ഞത്, നമുക്ക് ആ ഭയങ്കര ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് നമ്മൾ വേറൊരു മൈക്ക് വെച്ചിട്ട് ഡബ് ചെയ്താണെന്നുള്ളത്. അത് ഭയങ്കര അപ്പം തന്നെ ആർട്ടിഫിഷ്യാലിറ്റി തുടങ്ങി, അവിടെ തുടങ്ങിയ ആർട്ടിഫിഷ്യാലിറ്റിയാണ് പിന്നെ എഴുത്തിലും പെർഫോമൻസിലും ഒക്കെ വന്നത്. ഇവർ റോന്ത് എന്ന് പറയുന്ന സിനിമയുടെ പല സീനും ഈ സിനിമയിൽ നമുക്കൊരു സീനല്ല, നമുക്ക് ആ ഒരു മൂഡ് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ആദ്യത്തെ ഒരു അരമണിക്കൂർ ഇത് ഒരു നൈറ്റ് പാട്രോളിംഗ് ആണ്. ഞാനപ്പോൾ വിചാരിച്ചു ഫുൾ ഒരു രാത്രി, പാതിരാത്രി എന്നാണല്ലോ പേര്, അപ്പോൾ ഒറ്റ രാത്രിയിലത്തെയാണ് റോന്ത് പോലെ തന്നെ. പക്ഷെ അങ്ങനെയല്ല, ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നേരം പുലർക്കുന്നുണ്ട്, പിന്നെ പല സീൻ വേറെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവർക്ക് എന്നാൽ പിന്നെ റോന്ത് ഇറങ്ങുന്നതിന് മുന്നേ ചെയ്താവാം എന്തായാലും. പക്ഷേ എങ്കിൽ പോലും ഒരു ഇപ്പം പോസ്റ്റ് പ്രൊഡക്ഷനിലെങ്കിലും റോന്തൊക്കെ കണ്ടിട്ട് ആ ഒരു സൗണ്ട് അവരെങ്ങനെ മാനേജ് ചെയ്തു. റോന്ത് സിങ് സൗണ്ടാണ്, ഇത് സിങ്ക് അല്ല, അവരല്ലാതെ ചെയ്ത് ഷൂട്ടിങ്ങിന് മുന്നേ ആണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എങ്കിലും ഡബ്ബിങ്ങിൽ ആ ഒരു അത് പക്ക സിങ്കായി വരുന്ന പോലെ സെറ്റ് ചെയ്യണ്ടേ. അതൊരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളാണ് റോന്ത് ഇങ്ങനത്തെ സിനിമകൾക്ക്. ഇനിയും ഇങ്ങനത്തെ സിനിമകളൊക്കെ വരുവാണെങ്കിൽ അത് വലിയ സംഭവമൊന്നുമല്ല, പടം വൻ ഹിറ്റും ആയില്ല. അതുപോലെ തന്നെ മറ്റേ ഇപ്പോൾ ഷാഹി കപൂറിന് തന്നെ ഏറ്റവും ടോപ്പെന്ന് അങ്ങനെ എല്ലാവരും ഒന്നും അവകാശപ്പെടുന്നുമില്ല. പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റി, അതാണ് അതിൻ്റെ ഒരു പണി അറിയാവുന്നവരൊരു കാര്യം. അതാ എനിക്ക് പുഴു തന്നെ ഒട്ടും വർക്കാവാത്ത പടമാണ്. ഓവറായിട്ട് ഈ പൊളിറ്റിക്സ് കുത്തി കയറ്റി 3-4 സപ്ലോട്ട്, കഥയ്ക്ക് ആവശ്യമില്ലാത്ത സപ്ലോട്ടുകളൊക്കെ കയറ്റി എവിടുന്നോ വഴി മാറിപ്പോയി. അങ്ങനെ പോയി നമുക്ക് അതിൽ സിമ്പതി തോന്നേണ്ട ക്യാരക്ടേഴ്സിനോട് നമുക്ക് സിമ്പതി അല്ല, അവർക്ക് ലാസ്റ്റ് സംഭവിക്കുന്ന കാര്യം വരുമ്പോൾ നമുക്ക് ചിരി വരുന്ന പോലെ. അത് നമ്മുടെ കുഴപ്പമല്ല, അത് മേക്ക് ചെയ്ത് അങ്ങനെ ആക്കിയതിൻ്റെ കുഴപ്പമാണ്. ഈ സിനിമയിൽ അങ്ങനെ ചിരിക്കാനുള്ളതൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ എൻജോയ് ചെയ്ത് കാണാമായിരുന്നു. പക്ഷേ ഭയങ്കര ബോറാണ്. 2 മണിക്കൂർ 5 മിനിറ്റേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഒരു 3 മണിക്കൂർ സിനിമ കണ്ട ഫീലായിരുന്നു. ആകെ ഇതിൽ നമുക്ക് കൂട്ടുകാരായിട്ടൊക്കെ പോയി ചിരിക്കാൻ വകുപ്പുള്ളത് നവ്യ നായരുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ അവസ്ഥയും പിന്നെ പെർഫോമൻസും കാണുമ്പോഴാണ്. അകത്തൊക്കെ കംപ്ലീറ്റ് നിരാശ സമ്മാനിച്ച സിനിമയാണ് പാതിരാത്രി. ഒരിക്കലും തിയേറ്ററിൽ പോയി കാണാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ത്രില്ലർ സിനിമകൾ ഇഷ്ടമുള്ളവർക്ക് ഒരൊറ്റ തവണ OTT വരുമ്പോൾ കണ്ടു നോക്ക്, അല്ലാതെ തിയേറ്ററിൽ കാണാനുള്ളതൊന്നുമില്ല. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 1.5 ഔട്ട് ഓഫ് 5 ആണ്.